കല്യാണി, ദാസേട്ടൻ മകനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒളിച്ചോടി പോയെന്നല്ല, മകളെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒരു 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പോയതാ. വല്യൂഞ്ഞ് പറഞ്ഞപ്പോ ചേച്ചിക്ക് ബോധ്യമായില്ലേ? എന്ത് പറഞ്ഞാലും ഒരു കരച്ചില്. എന്റെ ചെമ്പരത്തിക്കുട്ടി, നീ എപ്പോഴും ഇങ്ങനെ നൊമ്പരത്തിയാവാൻ നോക്കരുത്. ഈ കണ്ണൊന്ന് കലങ്ങിയാലേ ഇതിൽ നിന്ന് ഉതിരുന്ന ഓരോ കണ്ണുനീർ തുള്ളിക്കും ഞാൻ എന്റെ അമ്മായച്ചനോട് സമാധാനം പറയേണ്ടി വരും. ഒന്ന് പോവല്ലേ കല്യാണി, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരുപാട് മനോവേദന സഹിച്ച ആളാ ദാസേട്ടൻ. അവസാന നിമിഷം ദാസേട്ടൻ കരുതിയിട്ടുണ്ടാവും എല്ലാം ക്ഷമിച്ച അമ്മ നിന്നെ സ്വീകരിക്കുമെന്ന്. അതുണ്ടാകാതെ വന്നപ്പോ അദ്ദേഹത്തിന് അത് സഹിച്ചില്ല. അതുമാത്രമല്ല, ഞാൻ തൃച്ചംബരം വിട്ട് നിന്നെയും കൂട്ടി ഇവിടെ വന്ന് താമസിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൂടിയായപ്പോ നമ്മളെ ഫേസ് ചെയ്യാൻ പറ്റാതായിട്ടുണ്ടാവും. പിന്നെ ഇതൊന്നും അല്ലാതെ മറ്റൊരു സത്യം കൂടിയുണ്ട്. നമ്മുടെ മധുവിധ നാളുകളിൽ ഒരു കട്ടുറുമ്പാവണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. അങ്ങനെയാ സ്നേഹമുള്ള അച്ഛന്മാര്. സമ്മതിച്ചല്ലോ. എന്നാലേ എന്റെ കെട്ടിയോള് പോയി നല്ലൊരു ചായ ഉണ്ടോ? ചെല. Excuse me, madam. സുബ്രു, നീ എന്താ കമ്പനിയില്? അഖിലാന്റി ഒന്ന് കാണണം തോന്നി. എല്ലാ സ്നേഹ ബഹുമാനങ്ങളോടും കൂടി നേരിട്ട് കണ്ട് 2 വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. അതിന് തൃച്ചംബരത്തേക്കാൾ നല്ലത് കമ്പനിയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതാ ഇങ്ങോട്ട് വന്നത്. ഇരിക്കെ. ആത്മസുഹൃത്തിന്റെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ടായിരിക്കും നിന്റെ വരവ്. എനിക്ക് വക്കീൽ പണിയല്ല, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല, ആത്മസുഹൃത്താണെങ്കിലും തെറ്റ് തെറ്റാണെന്ന് കണ്ട അത് നേരെ നോക്കി പറയാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷേ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഇത് പറയാനാണോ നീ വന്നത്? അല്ല, മറ്റൊരു കാര്യം പറയാനാ. ആനന്ദിന്റെ പുതിയ പ്രോജക്റ്റിന് ഒരു ഇൻവെസ്റ്റർ കിട്ടിയപ്പോ അഖിലാന്റി അത് സ്റ്റേ ചെയ്തെന്ന് കേട്ടു. എന്നാ അതിനുശേഷം നടന്ന എന്താണെന്ന് ആന്റിക്കറിയോ? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ബിസിനസ്സിൽ 1 വർഷം കൊണ്ട് 2ാം സ്ഥാനത്താക്കണമെന്ന് പറഞ്ഞ് അവന് നേരെ വെച്ച് നീട്ടിയ മഹാഭാഗ്യത്തെ അവൻ ഇടതുകാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് ഇറങ്ങിപ്പോന്നു. നിന്നെ വേണ്ടാത്ത അമ്മയ്ക്ക് വേണ്ടി നിന്റെ ഭാവി എന്തിനാ തകർക്കുന്നതെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവൻ എന്നെ ഒരു നോട്ടം നോക്കി. അവന്റെ കണ്ണുകളിൽ തീ പാറുകയായിരുന്നു. അവന്റെ ഉള്ളിലെ അമ്മയോടുള്ള സ്നേഹത്തിന്റെ ആഴം ഞാൻ അളക്കുകയായിരുന്നു ആന്റി. ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് തന്നെ ആനന്ദിന് കല്യാണി വിളിച്ചോണ്ട് പോകായിരുന്നു. അതവൻ ചെയ്യാതിരുന്നത് അവന്റെ ലോകം അമ്മയായിരുന്നുകൊണ്ടാണ്. അവന്റെ ലോകം അമ്മയായിരുന്നത് കൊണ്ടല്ലേ അവൻ എന്റെ ഈ അമ്മയുടെ ഹൃദയത്തിലിട്ട് തന്നെ ചവിട്ടിയത്? അവൻ ഹൃദയത്തിനിട്ട് ചവിട്ടിയെന്ന് അഖിലാന്റി അങ്ങ് തർപ്പിച്ച് വിശ്വസിക്കുകയല്ലേ? അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നവരുടെ ധാരണ എങ്ങനെ തിരുത്താൻ കഴിയും? അപ്പോ അവൻ ചെയ്തത് 100% ശരിയാണെന്ന് സമർത്ഥിക്കാനാണ് നീ കയറി വന്നതല്ലേ? അഖിലാന്റി എനിക്ക് എന്റെ അമ്മയെ പോലെയാണെന്ന് അറിയാലോ. തൃച്ചംബരത്ത് എനിക്ക് അല്പം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സ്നേഹിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാ നമ്മൾ അറിയാതെ ഇടപെട്ടു പോവും. അത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഹൃദയത്തിന്റെ വിങ്ങലുകൊണ്ട് മാത്രമാണ്.
അത് അവിവേകം അല്ലാത്തതുകൊണ്ട് ക്ഷമയും ചോദിക്കുന്നില്ല. എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചിട്ട് പോവാൻ നോക്ക്. എന്ത് മഹാ അപരാധം ആന്റി അവൻ ചെയ്ത്? ഈ നാട്ടിൽ നടക്കാത്തതായ എന്തെങ്കിലും അസാധാരണമായ കാര്യമാണോ ആനന്ദ് ചെയ്തത്? ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതും കൂടെ കൂട്ടിയതും ഇത്ര വലിയ തെറ്റാണോ? സുബ്രു, വേണ്ട. ഇത് നിന്റെ സർക്കാർ ഓഫീസൊന്നുമല്ല, എന്റെ കമ്പനിയുടെ ഓഫീസാ. ധിക്കാരം പറഞ്ഞ് ഞാൻ അടിച്ചു പുറത്താക്കും. ആന്റി ദേഷ്യപ്പെട്ടാലും എന്നെ തല്ലിയാലും ആവശ്യത്തിനോ അനാവശ്യത്തിനോ എടുത്ത് തലയ്ക്ക് നേരെ വെക്കുന്ന ആ തോക്കെടുത്ത് എന്നെ വെടിവെച്ച് കൊന്നാലും ശരി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അതെന്റെ ആത്മസുഹൃത്തിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് കരുതിക്കോളൂ. എന്റെ ജീവിതാനുഭവത്തിലും വായിച്ചറിവിലും ഇത്രയേറെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനെ ഞാൻ കണ്ടിട്ടില്ല. അഖിലാന്റിയെ പോലെ ഇത്രയും ഭാഗ്യവതിയായ ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അവതാര പുരുഷനായ ശ്രീരാമന് ജന്മം നൽകിയ കോസല രാജ്യത്തെ മഹാരാജ്ഞിയെ പോലെ പുണ്യം ചെയ്തവളാണ് അഖിലാന്റി. എന്നിട്ട് സ്വന്തം പുത്രനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു ആന്റി. തൃച്ചംബരത്തെ പാരമ്പര്യവും കുലമഹിമയും മറന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് ഞാൻ അംഗീകരിച്ചു കൊടുക്കണമെന്നല്ലേ? എന്ത് പാരമ്പര്യം കുലമഹിമയും ആണ് ആന്റി. മഹാമാരി വന്ന് മരണനൃത്തം ചവിട്ടുകയാണ് ലോകമെമ്പാടും. ഒരു 5 മിനിറ്റ് അപ്പുറത്തേക്ക് മനുഷ്യൻ അവന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂ. അപ്പോഴാ പാരമ്പര്യവും കുലമഹിമയും. കുലമഹിമ നോക്കിയാണോ ആന്റി ദാസേട്ടനെ കല്യാണിയെ ഇഷ്ടപ്പെട്ടത്? ആന്റിക്ക് കല്യാണി സ്വന്തം മാനസപുത്രിയായിരുന്നില്ലേ? ആന്റി കല്യാണി സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്ന കണ്ടല്ലേ ആനന്ദോളം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അതല്ലേ അതിന്റെ മനഃശാസ്ത്രം. അമ്മയ്ക്ക് ജീവനായ ഒരു പെണ്ണിനെ താൻ ഇഷ്ടപ്പെട്ട അതിനെ അമ്മ ഒരു കാലത്തും വെറുക്കില്ല എന്നൊരു വിശ്വാസം ആനന്ദിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ കല്യാണി സ്നേഹിച്ചു. ആരെയും വഞ്ചിക്കാൻ അറിയാത്ത ആനന്ദിന് സ്നേഹിച്ച പെണ്ണിനെ വഞ്ചിക്കാൻ കഴിയുമോ? അങ്ങനെ ഒടുവിൽ അവൻ കല്യാണിയെ കൂടെ കൂട്ടി. എന്റെ കാഴ്ചപ്പാടിൽ ഈ ബന്ധത്തിന്റെ ആദ്യ കാരണക്കാരി അഖിലാന്റി തന്നെയാണ്. കടൽപ്പാലത്തിലൂടെയാണ് ആന്റിയുടെ യാത്ര. മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും തിരിച്ചറിയാത്തൊരു യാത്ര. കടലിന്റെ അക്കരെ വരെ കടൽപ്പാലം ഇല്ല. നടുക്കടലിൽ ചെന്ന് വഴി കാണാതെ നിൽക്കേണ്ടി വരും. മകനെ പിരിഞ്ഞ ഒരു അമ്മയുടെ വേദന നിനക്ക് മനസ്സിലാവില്ല. പിരിഞ്ഞിരിക്കുന്നതല്ലോ, അവനെ പിരിച്ചു വിട്ടതല്ലേ. ആന്റിയുടെ മകനല്ലേ ആനന്ദ്. എന്നിട്ടും ആന്റി കാണിക്കുന്ന പിടിവാശിയൊന്നും അവൻ കാണിക്കുന്നില്ലല്ലോ. ആന്റിയുടെ കണ്ണിൽ സ്വന്തം മകനെ തട്ടിയെടുത്ത കല്യാണിയാണ് മുഖ്യ ശത്രു. വാസ്തവത്തിൽ കല്യാണി എന്ത് തെറ്റ് ചെയ്തു? കല്യാണിയോട് അഖിലാന്റി കാണിക്കുന്ന സ്നേഹം കണ്ട് ആനന്ദല്ലേ അവളെ സ്നേഹിച്ചത്, അല്ലാതെ കല്യാണി ആനന്ദിനെ കയറി പ്രേമിച്ചല്ലോ. വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് ആന്റി. അതുകൊണ്ട് ആവേശത്തിൽ പലതും പറഞ്ഞുപോയി. തെറ്റല്ലെന്ന് എനിക്കറിയാം. എങ്കിലും മാപ്പ് ചോദിക്കുന്നു. കാരണം ഈ പാവപ്പെട്ടവന്റെ മനസ്സിൽ അഖിലാന്റി വലിയൊരു വിഗ്രഹമായിരുന്നു. ഞാൻ നിത്യപൂജ ചെയ്ത വിഗ്രഹം. വിഗ്രഹങ്ങൾ വെറും കളിമൺ കോലങ്ങളാണെന്ന് അറിയുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. മാപ്പ്. ഇതെന്തിനാ ആന്റി ഇനി ഇവിടെ? മാഡം, ഗെറ്റ് ഔട്ട്.
പ്രിയങ്കെ. ആ ആന്റി. ആന്റി, അഖിലെങ്ങനെ? പുത്രദുഃഖത്താൽ മനസ്സ് തളർന്നിരിപ്പാണോ ഇപ്പോഴും? ഇതെന്ത് ചോദ്യ പ്രിയങ്കെ? അഖിലാണ്ടേശ്വരിയും ആനന്ദം തമ്മിൽ വെറും 10 മാസം ചുമന്നു പെറ്റ ബന്ധമൊന്നുമല്ല. അമ്മയുടെ മനസ്സറിഞ്ഞ മകന ആനന്ദ്. വാത്സല്യവും സ്നേഹവും അല്പ ആഴത്തിലായിരിക്കും. അപ്പൊ മനസ്സ് തകരാതിരിക്കൂ? നല്ലത്. അഖിലാണ്ടേശ്വരി മകനെ ഓർത്ത് ഉരുകണം. അത് തന്നെയാ നമുക്ക് നല്ലത്. ആ അത് പോട്ടെ, നമ്മുടെ പ്ലാൻ എന്തായി? തുടങ്ങിയോ ആന്റി? സ്ലോ പോയിസൺ അതല്ലേ നീ ഉദ്ദേശിച്ചേ? അതെ ആന്റി, സ്ലോ പോയിസൺ അതിന്റെ പണി പതുക്കെ തുടങ്ങുള്ളൂ. എങ്കിലും ആന്റിയുടെ പ്രവൃത്തികൾ വേഗത്തിലായിരിക്കണം. വേഗത്തിലല്ല, സൂപ്പർ ഫാസ്റ്റിന്റെ വേഗത്തിലാ ഞാൻ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഖിലാണ്ടേശ്വരിയെ ഞാൻ സ്ലോ പോയിസൺ കുടിപ്പിച്ചു തുടങ്ങി. വെരി ഗുഡ് ആന്റി. അല്ല, സ്ലോ പോയിസൺ മിക്സ് ചെയ്ത ടോണിക് കുടിച്ചിട്ട് അഖിലേക്ക് സംശയമൊന്നും തോന്നിയില്ലല്ലോ? കൊള്ളാം. അഖിലയ്ക്കാണോ സംശയം തോന്നാത്തത്? കുടിച്ച ഉടനെ ഫ്ലേവർ എന്തോ മാറിയിട്ടുണ്ടെന്നും പറഞ്ഞ് ടോണിക് ബോട്ടിൽ വാങ്ങി നോക്കി. ഒരു നിമിഷം എന്റെ കയ്യും കാലും ഒക്കെ മരവിച്ചതുപോലെ തോന്നി എനിക്ക്. അയ്യോ, എന്നിട്ടെന്താകാൻ? ഇപ്പൊ ഐസ്ക്രീം മുതൽ ചോക്ലേറ്റ് വരെ ഓരോരോ ഫ്ലേവറിലാണല്ലോ. അതുപോലെ ടോണിക്കിലും എന്തെങ്കിലും ഫ്ലേവർ ചേർത്തിട്ടുണ്ടാകുമെന്ന് ഞാനങ്ങ് പറഞ്ഞു. എന്റെ ഭാഗ്യത്തിന് അഖില അതങ്ങ് വിശ്വസിച്ചു. ഭാഗ്യം. ഇപ്പോ ആന്റി എന്ത് പറഞ്ഞാലും അഖില അത് വിശ്വസിക്കും. അപ്പോ അഖിലയുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായെന്ന് പറയാം അല്ലേ? ഉറപ്പായിട്ടും എണ്ണി തുടങ്ങാം ഇനി അഖിലയുടെ നിമിഷങ്ങൾ. ആന്റി, ഒരു ദിവസം പോലും മിസ്സാവാതെ കറക്റ്റ് 10 ദിവസം അഖിലേക്ക് ആ സ്ലോ പോയിസൺ കൊടുക്കണം. എന്നാലല്ലേ എന്റെ കിരീടധാരണം നടക്കൂ. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ശരി ആന്റി, ഈ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ സംസാരിക്കുന്നത് അബദ്ധം. അതാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. ഇനിയുള്ള അഖിലയുടെ ഓരോ നിമിഷവും ആന്റി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ചും എന്തെങ്കിലും ഉണ്ടായാ എന്നെ വിളിച്ച് കാണണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉടനെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. ശരി പ്രിയങ്കെ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി, ടേക്ക് കെയർ. മോനെ, ആനന്ദ് അമ്മയെന്ന് വിളിക്കുന്നത് പോലെ.
ഉറക്കം വന്നില്ലേ? ഏയ് വെറുതെ. വല്യുഞ്ഞിന്റെ മുഖം വാടിയിട്ടുണ്ടല്ലോ, എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല കല്യാണി.